കേസ് ഓഫ് കൊണ്ടാന. ഭാവനയാണ് ഇതിനകത്ത് മെയിൻ റോൾ അഭിനയിക്കുന്നത്. കൂടെ തന്നെ വിജയരാഘവേന്ദ്രയുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് പുള്ളിയുടെ ഞാൻ കണ്ടത്, എനിക്ക് തോന്നുന്നു സീതാരാമൻ ബിനോയ് എന്ന് പറഞ്ഞ സിനിമയാണ്. ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷൻ റിലേറ്റഡ് സിനിമയാണ്. അത് കിട്ടുന്ന സിനിമയാട്ടോ, കാണാത്തവർക്ക് കാണാവുന്നതാണ്. അപ്പം പുള്ളിയുടെ വേറെയും ഒരുപാട് സിനിമകളുണ്ട്, പോലീസ് റിലേറ്റഡ് ആയിട്ടുള്ള സിനിമകൾ. പിന്നെ ദിയയിൽ അഭിനയിച്ച കുശി രവിയും ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. ഇതിനൊരു കഥ വരുന്നത്, ഒരു 3 പേര് മരണപ്പെടുകയാണ്. അപ്പോൾ അത് കൊന്നതല്ല, ആക്സിഡൻറ്റ് പറ്റിയതാണ്. അപ്പോൾ പുള്ളി അത് മറയ്ക്കാൻ പെടുന്ന കഷ്ടപ്പാടുകളും അതിന് കൂടെ തന്നെ വേറെയും കുറേ സ്റ്റോറികൾ കണക്ട് ചെയ്ത് ഇൻ്റർലിങ്ക് ചെയ്ത് വരുന്നതാണ് ഇത് ഈ കേസ് ഓഫ് കൊണ്ടാന വരുന്നത്. സിനിമ തിരക്കായിട്ടുള്ള അതൊരു ഗുഡ് വാച്ച് തന്നെയാണ്. ഇതിൽ മർഡറും ഇൻവെസ്റ്റിഗേഷനൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെ വലിയ ഹൈ രീതിയിലുള്ള മൊമെൻറ്റ്സോ ട്വിസ്റ്റോ കാര്യങ്ങളോ ഒന്നും പ്രതീക്ഷിച്ച് കാണരുത്. ചുമ്മാ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇങ്ങനെ പോകുന്നു, ഒരു പുള്ളി ഇത് മറയ്ക്കാൻ വേണ്ടി കഷ്ടപ്പാട് പെടുന്നു, അത്രയൊക്കെ തന്നെയാണ് സിനിമയിലുള്ളത്. അല്ലാതെ വലിയ രീതിയിലുള്ള ട്വിസ്റ്റോ കാര്യങ്ങളൊന്നും ആരും പ്രതീക്ഷിച്ച് കാണാൻ നിൽക്കണ്ട. ഭാവനയിനകത്തൊരു മെയിൻ പോലീസ് ഓഫീസറായിട്ടാണ്. പുള്ളിക്കാരത്തേക്ക് വലിയ രീതിയിലുള്ള ചെയ്യാനുള്ള സെറ്റപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സാധാ ഒരു പോലീസ് ഓഫീസറുടെ റോളായിരുന്നു. മെയിൻ ഹെഡ് ആണെങ്കിൽ പോലും സാധാ ഒരു രീതിയിലുള്ളൊരു റോളായിരുന്നു പുള്ളിക്കാരത്തേക്ക്. പുള്ളിക്കാരത്തിന് നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ വിജയരാഘവേന്ദ്രനെ, പുള്ളി പൊളിയാട്ടോ. എനിക്ക് സീതാരാമൻ ബിനോയിലെ പുള്ളിനെ ഇഷ്ടപ്പെട്ടായിരുന്നു. പുള്ളിക്കാരനെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം പോലീസ് റോളൊക്കെ ചെയ്യാൻ വേണ്ടി സെറ്റാണ് പുള്ളിയുടെ കയ്യിലെ ഭദ്ര. കാരണം പുള്ളിക്കാരൻ ഇതിനു മുമ്പും വേറെ പോലീസ് റോളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പുള്ളിക്കാരൻ അടിപൊളിയായിരുന്നു. അതേപോലെ തന്നെ കുശി രവി ആയിട്ടുള്ള കോമ്പിനേഷൻ സീൻസൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ക്ലൈമാക്സിൽ ട്വിസ്റ്റോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഏകദേശം പ്രിഡിക്റ്റബിൾ ആയിട്ട് മനസ്സിലാവും ഇതെങ്ങനെയാണ് എൻഡ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതൊക്കെ മനസ്സിലാവും ഏകദേശം. അപ്പോൾ അങ്ങനെ കണ്ടിരിക്കാവുന്ന ഒരു നല്ല സിനിമ തന്നെയാണ് കേസ് ഓഫ് കൊണ്ടാന. താങ്ക് യു.